നല്ല വാഴയിലയിൽ പൊതിഞ്ഞ കാളാഞ്ചി പൊള്ളിച്ചതും ബീഫ് റോസ്റ്റും പിന്നെ കുറച്ച് കൂട്ടുകറിയും കൂടി കൂട്ടി നല്ല സന്തുഷ്ടമായ ഒരു ഊണ് കഴിച്ചാലോ. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ചെറായി ബീച്ചിന്റെ അടുത്തുള്ള ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുന്ന് ഞങ്ങൾ നല്ല വാഴയില പൊതിഞ്ഞ കാളാഞ്ചി പൊള്ളിച്ചതും ബീഫ് റോസ്റ്റും പിന്നെ കുറച്ച് കൂട്ടുകറികളും കൂടി കൂട്ടിയിട്ടുള്ള നല്ലൊരു ഊണാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ കാളാഞ്ചി പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലോ. ഒന്നും പറയാനില്ല, നല്ല ബെസ്റ്റ് കാളാഞ്ചി പൊള്ളിച്ചത്, കിടിലൻ സാധനം. അപ്പോൾ മക്കളെ, ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മറക്കാതെ തന്നെ ഓർഡർ ചെയ്തേക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ. ഇനി നമുക്ക് ഈ ബീഫ് റോസ്റ്റും കൂടി അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഹോ മോനെ, കിടിലൻ സാധനം, വേറെ ലെവല് ബീഫ് റോസ്റ്റ്. ഇനി ആ ചോറിലോട്ട് കുറച്ച് സാമ്പാറും പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി കൂട്ടി കുഴച്ച് കുറച്ച് ആ കാളാഞ്ചി പൊള്ളിച്ചതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അതുകൂടി ആ ചോറിലോട്ടിട്ട് കുഴച്ചൊരു പിടി പിടിച്ചാലുണ്ടല്ലോ മോനെ, സ്വർഗം കാണാം. എല്ലാ കറികളും നല്ല കിടിലനായിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അത് ഈ കാളാഞ്ചി പൊള്ളിച്ചതാണ്. എൻ്റെ മോനെ, വേറെ ലെവൽ ഐറ്റം ആയിരുന്നു കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് കാളാഞ്ചി പൊള്ളിച്ചതിന് 1500 റുപ്പീസും ബീഫ് റോസ്റ്റിന് 220 റുപ്പീസും വെജ് മീൽസിന് 145 റുപ്പീസുമാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചെറായി ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.